സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഹല്ലേലൂയ! ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം. സുഖമായിരിക്കുന്നോ? യേശു കർത്താവിന്റെ നാമത്തിൽ ഉള്ളതായ അനുഗ്രഹങ്ങളെ അനുഭവിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള ഈ ആത്മീയ പരിപാടികൾ നിങ്ങൾ വീക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ ക്രമപ്പെടുത്തി അവൻ നൽകുന്ന ശാന്തിയും സമാധാനവും അനുഭവിക്കുന്നുണ്ടോ? സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. സങ്കീർത്തനം 118:17 ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഇവിടെ ഒരു ഭക്തൻ പറയുന്നത് കേൾക്കുക, ഞാൻ മരിക്കുകയില്ല, ജീവനോടെ ഇരിക്കും. എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ കാര്യങ്ങളെ വർണ്ണിക്കുന്നതിനു വേണ്ടി, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വിവരിക്കുവാൻ. എന്നാൽ ഈ കാലത്തുള്ള മനുഷ്യർ എന്താണ് പറയുന്നത്? ഞാൻ മരിക്കാൻ പോവുകയാണ്, എനിക്ക് ജീവിതം മടുത്തു, ഞാൻ ജീവിക്കുകയാണെങ്കിൽ അത് എനിക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, സുഖസൗകര്യങ്ങൾ അനുഭവിക്കണം, ലോകത്തിൻ്റെ ഭാഗ്യങ്ങൾ അനുഭവിക്കണം, എൻ്റെ ഇഷ്ടമനുസരിച്ച് എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് ജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ, ഈ ലോകത്തിൽ നാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സുഖസൗകര്യങ്ങൾ ലഭിക്കാതെ വരുന്നതായ സന്ദർഭത്തിൽ, എന്തെങ്കിലും കഷ്ടതയുണ്ടാകുമ്പോൾ നാം പറയുന്നത് എന്താണ്? ഞാൻ മരിക്കാൻ പോകുന്നു, എനിക്ക് ജീവിക്കണ്ട. എന്താണ് ഈ വാക്ക്? ഇന്ന് അനേകം ആളുകളുടെ വായിൽ നിന്ന് വരുന്നതായ ഒരു വാക്കാണ്. സത്യം പറയുക, ഏതെങ്കിലും ഒരു ദിവസം കോപം ഉണ്ടാകുമ്പോൾ, ദേഷ്യമുണ്ടാകുന്ന സമയം, ഡിപ്രഷൻ ഉണ്ടാകുമ്പോൾ ഞാൻ മരിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചിട്ടില്ലേ? വിചാരിച്ചിട്ടില്ലേ? നോക്കുക, ഞാൻ മരിച്ചുപോകും എന്ന വാക്ക് നമ്മിൽ നിന്ന് വരാൻ പാടില്ല. കാരണം നമ്മെ സൃഷ്ടിച്ചത്, നമ്മെ ജനിപ്പിച്ചത് ദൈവമാകുന്നു. അവനാണ് നമുക്ക് ജീവൻ നൽകിയിരിക്കുന്നത്. അവനാണ് നമ്മുടെ മേൽ അധികാരം ഉള്ളത്. അവൻ നമ്മെ വിളിക്കുമ്പോൾ ഈ ലോകത്തിൽ നാം കണ്ണുകൾ അടച്ച് സ്വർഗത്തിൽ ചെന്ന് കണ്ണുകൾ തുറക്കും. ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം ദൈവത്തിനു വേണ്ടി ജീവിക്കണം, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കണം. അതുമാത്രമല്ല, ഈ ലോകത്തിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ ഒരു ഉദ്ദേശത്തിനാണ്, പദ്ധതിക്കാണ്. നിന്നെക്കുറിച്ച് അവന് ഒരുപാട് പദ്ധതികൾ ഉണ്ട്. നിന്നെ അതിനുവേണ്ടിയാണ് ആയുസ് നൽകി അവൻ ജീവിപ്പിക്കുന്നത്. നിന്റെ ആയുസ്സിൻ്റെ മധ്യത്തിൽ നിനക്ക് ദൈവത്തിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും ഇന്ന് അനേകം ആളുകൾ, അതായത് കൂടുതലും യൗവനക്കാരാണ്, എനിക്ക് ജീവിക്കേണ്ട, എനിക്ക് ജീവിതത്തോട് വെറുപ്പ് വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞ് മരിക്കാൻ പരിശ്രമിക്കുന്നു. ഞങ്ങൾക്ക് വരുന്നതായ കോളുകളിൽ അനേകരും പറയുന്ന കാര്യം ഇതാണ്: എനിക്ക് ജീവിതത്തോട് വെറുപ്പ് വന്നിരിക്കുന്നു, എനിക്ക് ജീവിക്കുവാൻ ആഗ്രഹമില്ല. ഒരുപാട് തവണ മരിക്കുന്നതിന് വേണ്ടി ഞാൻ പരിശ്രമിക്കുകയും എൻ്റെ പരിശ്രമമെല്ലാം പരാജയപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ തവണ ഞാൻ ഉറപ്പായിട്ടും മരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് വരുന്ന കോളുകൾ ഞങ്ങൾക്ക് ഒരുപാടുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യന് ജീവിതത്തോട് വിരക്തി ഉണ്ടാകുന്നത്? കാരണം സൃഷ്ടികർത്താവിനെ മറന്നിട്ട് സൃഷ്ടിയെ ആരാധിക്കുന്നതുകൊണ്ടും, സൃഷ്ടികർത്താവിനെ മറന്ന് തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതുകൊണ്ടും, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഈ ശരീരമാണ് ശാശ്വതമെന്ന് വിചാരിച്ച് ഭൗതികമായ വിഷയങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നതുകൊണ്ട്, ഈ ലോകപ്രകാരമുള്ള കാര്യങ്ങൾ ആഗ്രഹിച്ച് അതിൻ്റെ പിന്നാലെ പോയിട്ട് അവസാനം അത് ലഭിക്കാതെ ഇരിക്കുമ്പോൾ, സംതൃപ്തി ലഭിക്കാതെ ഇരിക്കുന്ന സമയം, അനേകർ നിരാശയിലേക്ക് കടന്നു പോവുകയും അവരുടെ ജീവിതത്തിൽ വിഷാദമുണ്ടാവുകയും അവസാനം മരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ നോക്കുക, ലോകത്തിലെ ആത്മഹത്യാ നിരക്ക് നോക്കുന്നതായ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിതത്തോട് വിരക്തി കാണിച്ച് ആത്മഹത്യ ചെയ്യുവാൻ ശ്രമിക്കുന്നവർ നമ്മുടെ രാജ്യത്തിലാണെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അനേകർ ആത്മഹത്യാ പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നിരാശയിൽപ്പെട്ട അനേകർ ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നോക്കുക, മറ്റൊരാളുടെ ജീവൻ എടുക്കുന്നത് എത്ര വലിയ തെറ്റാണോ, അതുപോലെ തന്നെയാണ് നിന്റെ ജീവൻ നീ തന്നെ എടുക്കുന്നതും വലിയ തെറ്റാണ്. കൊലപാതകം ചെയ്യാൻ പാടില്ല എന്ന് കർത്താവ് പറയുന്നു. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുക എന്നതും കൊലപാതകം ചെയ്യുന്നതിന് സമമായ തെറ്റാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. നിന്നെ തന്നെ കൊല്ലുവാനായിട്ട് നിനക്ക് എന്ത് അധികാരമാണുള്ളത്? നിന്നെ തന്നെ നീ കൊല്ലുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അത് പിശാചിന്റെ പണിയാണ്. എന്തുകൊണ്ടാണ്? പിശാച് എപ്പോഴും ആഗ്രഹിക്കുന്നത് നിന്റെ ജീവിതത്തെ നശിപ്പിച്ച് നീ മരണത്തിലേക്ക് സ്വയം ഇറങ്ങിപ്പോകണമെന്നാണ്, നരകത്തിൽ പോകണമെന്നാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരാ,
എനിക്ക് മരിക്കണമെന്ന ചിന്തയിലാണോ നീ ഇപ്പോൾ ആയിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? കാരണം എന്താണ്? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു, ചെറിയൊരു കഷ്ടത വന്നു എന്ന് പറഞ്ഞ്, ഒരു പരാജയം സംഭവിച്ചു എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടു പോവുകയാണോ? ഇന്ന് അനേകരും ആത്മീയത്തെ ചെയ്യുവാനുള്ളതായ പ്രേരണ എന്താണെന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ പിടികിട്ടിയത് അതിലൊന്ന് ലോൺലിനെസ്. ഏകാന്തത അനുഭവിക്കുന്ന അനേകം ആളുകൾ അവരുടെ ജീവിതത്തിൽ വിരക്തി അനുഭവിക്കുന്നുണ്ട്. നോക്കുക, പണ്ടുകാലങ്ങളിൽ നമുക്ക് കൂട്ടുകുടുംബങ്ങൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൂപ്പനും അമ്മൂമ്മയും അതുപോലെ മാമനും ചെറിയച്ഛനും ചെറിയമ്മയും അങ്ങനെ എല്ലാവരുമായിട്ട് കൂടിച്ചേർന്ന് ജീവിക്കുകയായിരുന്നു. ഈ കാലത്ത് ഒരു കുടുംബത്തിൽ ഉള്ള അംഗങ്ങൾ പോലും ഒരുമിച്ചിരുന്നവർക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ സമയം ചിലവഴിക്കാൻ കഴിയുന്നില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരാൾ സ്കൂളിൽ പോകുന്നു, ഒരാൾ ജോലിക്ക് പോകുന്നു, ഒരാൾ അടുക്കള കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി പോകുന്നു, ഒരാൾ മറ്റു പല കാര്യങ്ങൾക്കായിട്ട് അങ്ങനെ കടന്നു പോകുന്നു. പിന്നീട് രാത്രിയിൽ മടങ്ങി വരുന്നു, ആഹാരം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, വീണ്ടും രാവിലെ എഴുന്നേറ്റിട്ട് പതിവ് പോലെ തന്നെ. അങ്ങനെ ഓരോരുത്തർ ഏകാന്തത അനുഭവിക്കുന്നു. അവർക്ക് സംസാരിക്കുവാൻ സമയമില്ല. ഭാര്യാഭർത്താക്കന്മാർ അതുപോലെ മാതാപിതാക്കൾ ഇവർ ഒരുമിച്ച് കൂടിയിരുന്ന് സംസാരിക്കാതെ ഏകാന്തത അനുഭവിക്കുന്നതാണ് കാണുന്നത്. തന്മൂലം അവർക്ക് നിരാശയും ഒരു തരത്തിലുള്ള നിരുത്സാഹവും വിഷാദവും അവരുടെ ജീവിതത്തിൽ കാണപ്പെടുന്നുണ്ട്. ദൈവം പരസ്പരം ആശ്രയിച്ച് ജീവിക്കാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നിന്റെ ദുഃഖങ്ങൾ മറ്റൊരാളോട് പങ്കുവെച്ച് ആ ദുഃഖങ്ങൾ ശമിപ്പിക്കുവാനും ദുഃഖത്തിലിരിക്കുന്ന ആളുകളെ അവരുടെ ജീവിതത്തിൽ ആശ്വാസം കൊടുക്കേണ്ടതിനും വേണ്ടി അങ്ങനെ പരസ്പരം കാര്യങ്ങൾ പങ്കുവെച്ച് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി പരസ്പരം ആശ്രയത്തോടുകൂടി ജീവിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ കാലത്ത് അനേകം വിദ്യാർത്ഥികൾ അവരുടെ മാതാപിതാക്കളിൽ നിന്നും അകന്ന ഹോസ്റ്റലുകളിലും അന്യദേശങ്ങളിലും പോയിട്ട് പഠനത്തിന് വേണ്ടി കാര്യങ്ങൾ നോക്കേണ്ടതിന് വേണ്ടി ജീവിക്കേണ്ടി വരുന്നു. ജീവിതത്തിൽ ഏകാന്തത അനുഭവിക്കുന്നു. അവരുടെ ഏകാന്തത മാറ്റുന്നതിന് വേണ്ടി ഫേസ്ബുക്കിലോ വാട്സപ്പിലോ നമ്പേഴ്സ് നോക്കിയിട്ട് ആർക്കെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കുന്നു, ചാറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് സംതൃപ്തിപ്പെടുന്നത്. എന്നാൽ ഒരു വ്യക്തിയുടെ അടുക്കൽ ഇരുന്നു കൊണ്ട് ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി തങ്ങളുടെ കാര്യങ്ങളെല്ലാം പറയുന്നതായ ഒരു അനുഭവം ഇന്ന് ഇല്ല. ഇന്ന് അനേകർക്കും അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ ഏകാന്തത അവർ അനുഭവിക്കുന്നു. ആ ഏകാന്തത മാറ്റുന്നതിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുവാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. എന്നാൽ സംതൃപ്തിയില്ലാതെ ജീവിതത്തിൽ അവസാനം വിരക്തി അനുഭവിക്കുന്നു. ഈ സമയത്ത് നിങ്ങളുടെ ഏകാന്തത മാറ്റുന്നതിന് വേണ്ടി ഞാൻ ഒരു ഉപദേശം തരികയാണ്. നിങ്ങളുടെ ഏകാന്തത മാറാൻ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക. അവൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് സംതൃപ്തിയും ഒരുപാട് ആശ്വാസവും ഒരുപാട് ബലവും നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയും എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നാം അനുദപിച്ചുകൊണ്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന സമയത്ത് യേശു കർത്താവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പറഞ്ഞ് അവനെ ക്ഷണിക്കുന്ന സമയം അവൻ നിന്നോടൊപ്പം വസിക്കുന്നു എന്നുള്ള കാര്യം നിനക്ക് അനുഭവത്തിൽ കൂടി മനസ്സിലാക്കാൻ കഴിയും. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് ഭക്തനായ ദാവീദ് പറഞ്ഞതുപോലെ തന്നെ കർത്താവ് എൻ്റെ കൂടെ തന്നെയുണ്ട്, എനിക്ക് ഭയമില്ല, എനിക്ക് ഒരു കുറവുമില്ല, എനിക്ക് ഒരു നിരാശയുമില്ല, എനിക്ക് സമൃദ്ധിയുണ്ട് എന്ന് നിനക്ക് തന്നെ പറയുവാൻ കഴിയും. ഇന്ന് അനേകർ നിരാശയിലേക്ക് വീണു പോകുന്നതിൻ്റെ മറ്റൊരു പ്രധാന കാരണം ലവ് ഫെയിലിയർ ആണെന്നാണ് പറയുന്നത്. എന്താണ് ലവ് ഫെയിലിയർ? വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു ലവ് നെവർ ഫെയിൽസ്. എന്നാൽ അനേകർ ലവ് ഫെയിലിയറായെന്നാണ് പറയുന്നത്. അതായത് ആരെയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് ആ വ്യക്തിയുമായി ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ കൂടി സംസാരിച്ച് ഫേസ്ബുക്കിൽ കൂടി ചാറ്റ് ചെയ്ത് നിനക്ക് ആ വ്യക്തിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നിന്റെ ഫോട്ടോ അങ്ങോട്ട് അയച്ചു കൊടുത്തു, ആ വ്യക്തിയുടെ ഫോട്ടോ നിനക്കും അയച്ചു തന്നു. ഏതോ ഒരു രീതിയിലുള്ളതായ ആകർഷണം, ഏതോ രീതിയിലുള്ളതായ ഒരു ഇഷ്ടവും ഒരു പ്രേമവും തോന്നിയിട്ട് ആ വ്യക്തിയുമായിട്ട് അടുപ്പം സ്ഥാപിക്കുന്നു. എന്നാൽ ആകസ്മികമായി നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതായ ആ വ്യക്തി നിന്നേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് നിന്നെ ഉപേക്ഷിക്കുന്നു, നിന്നെ തള്ളിക്കളയുന്നു. ഇത് നിന്റെ ജീവിതത്തിൽ വലിയൊരു നിരാശയ്ക്ക് കാരണമായിട്ട് തീരും. ലവ് നെവർ ഫെയിൽസ്. ലവ് ഫെയിലിയർ എന്ന് പറയരുത്. നിന്റെ സ്നേഹം യഥാർത്ഥമാണെങ്കിൽ അത് ഒരിക്കലും ഫെയിലാവുകയില്ല. യൗവനപ്രായത്തിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ ഉണ്ടാകുന്നതായ സ്നേഹം അത് യഥാർത്ഥമായിട്ടുള്ള സ്നേഹമല്ല, ഒരു തരത്തിലുള്ള ഇഷ്ടമാണ്, ഒരു തരത്തിലുള്ള ആഗ്രഹമാണ്, വൈകാരികമായ ഒരു ഇഷ്ടമാണ്. എന്നാൽ ഇന്നുള്ള അനേകം ആളുകൾ അത് സ്നേഹമാണെന്ന് വിചാരിച്ച് തങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്.
നിന്റെ ഹൃദയത്തെ യേശുക്രിസ്തുവിന് കൊടുക്കുന്നതിന് പകരമായിട്ട് എൻ്റെ ഹൃദയം ആ പയ്യന് കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് നിന്നെ തന്നെ അല്ലെങ്കിൽ നിന്റെ ജീവിതത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എത്രയോ ആളുകൾ, പ്രേമിച്ച് വിവാഹം കഴിച്ചിരിക്കുന്ന ആളുകൾ പോലും ഇന്ന് കലഹത്തിൽ ആയിരിക്കുന്നത്. അതുപോലെ പിണക്കത്തിലായി വിവാഹമോചനം ചെയ്യുന്നവരെ പോലും കാണാം. സ്നേഹം വിശുദ്ധമായതാണ്, അത് ത്യാഗപൂർണമായതാണ്, അത് നിസ്വാർത്ഥമായതാണ്. കേവലം ശാരീരിക ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം ആഗ്രഹിക്കുന്നതല്ല യഥാർത്ഥ സ്നേഹം. എന്നാൽ ഇന്ന് അനേകം ആളുകൾ, കോളേജിൽ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും പ്രേമമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഇഷ്ടപ്രകാരം തീരുമാനങ്ങൾ എടുക്കുകയും പിന്നീട് അവരുടെ ജീവിതത്തിലും അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ വരുത്തിവെക്കുകയും ചെയ്യുന്നുണ്ട്. അവർ രണ്ടുപേരും വിവാഹം കഴിക്കുവാൻ പറ്റാത്തതായ സാഹചര്യം ഉണ്ടാകുമ്പോൾ ആകസ്മികമായിട്ട് വലിയൊരു നിരാശയിലേക്ക് വീണു പോവുകയും ഇനിയും എനിക്ക് വിവാഹം വേണ്ട, ഇനിയും ഞാൻ ജീവിച്ചിരിക്കുകയില്ല എന്ന് പറയുന്നതും നാം ഇന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നാം തിരിച്ചറിഞ്ഞാൽ ഈ ലോകപ്രകാരമുള്ള സ്നേഹമെല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണാൻ കഴിയും. നിന്റെ മാതാപിതാക്കളെ നിനക്ക് സ്നേഹിക്കണമെങ്കിലും അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ സ്നേഹിക്കുമ്പോഴാണ്. ഈ ലോകത്തിലെ സ്നേഹങ്ങൾ എല്ലാം താറുമാറായിട്ട് പോയാലും യേശുക്രിസ്തുവിലുള്ളതായ സ്നേഹം സ്ഥിരമായി നിൽക്കുന്നതായി കാണാൻ കഴിയും. അതുകൊണ്ട് നാം യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരായിരിക്കണം. ആ കർത്താവിനാൽ സ്നേഹിക്കപ്പെടുകയും വേണം. അവൻ്റെ സ്നേഹത്തെ നാം രുചിച്ചറിയുമ്പോൾ ഈ ലോകത്തിലെ സ്നേഹമെല്ലാം നിസ്സാരമെന്നും നശ്വരമെന്നും അറിയാൻ കഴിയും. യേശുവിൻ്റെ സ്നേഹത്തിലുള്ളതായ മാധുര്യം അമ്മയുടെ സ്നേഹത്തെക്കാൾ വലിയതാണ്. പ്രിയമായി സ്നേഹിക്കുന്നവരുടെ ഇടയിലുള്ളതായ സ്നേഹത്തെക്കാൾ കൂടുതൽ ഉത്തമമായതാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിന്നിൽ ഒരു തരത്തിലുള്ള നിരാശയും ഉണ്ടാകില്ല. നീ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന സമയത്ത് ആ സ്നേഹം വിശുദ്ധമായ സ്നേഹമായിരിക്കും. നിന്റെ മാതാപിതാക്കളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം മഹത്തരമായി തീരും. നിന്റെ ഭാര്യയെ നീ സ്നേഹിക്കുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായ സ്നേഹമായിരിക്കും. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നീ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ അത് ഏത് ബന്ധമാണെങ്കിലും ശരി, അതൊരിക്കലും പരാജയപ്പെടില്ല. അത് നിത്യവും നിലനിൽക്കുന്നു. ഈ കാലത്ത് അനേകരും ലവ് ഫെയിലിയർ എന്നൊക്കെ പറഞ്ഞ് ഡിപ്രഷനിലേക്ക് പോകുന്നു. നിങ്ങളും അങ്ങനെയുള്ള അവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. ഇത്ര നിസ്സാര വിഷയത്തിന് വേണ്ടി നിന്റെ ജീവിതത്തെ നീ നശിപ്പിക്കുകയാണോ? നീ ആത്മഹത്യയ്ക്ക് വേണ്ടി ചിന്തിക്കുകയാണോ? നിന്റെ ജീവിതത്തെ തന്നെ നശിപ്പിക്കുകയാണോ? അതിനുള്ള പരിഹാരം ഇതാണെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? അരുത്. യേശുവിലേക്ക് നോക്കുക. അവൻ നിന്നിലൊരു പുതിയ പ്രത്യാശ ഉണ്ടാക്കാനിടയാകും. അവൻ നിന്നെ ആശ്വസിപ്പിക്കും. നിനക്ക് യഥാർത്ഥമായ സ്നേഹം രുചിച്ചറിയാൻ കഴിയും. നിനക്ക് ജീവിതത്തിൽ ലക്ഷ്യബോധം ഉണ്ടാകാനിടയാകും. നിന്റെ ജീവിതത്തിൻ്റെ മഹത്വം എത്രയാണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നാം നിറയപ്പെട്ടതായ സമയത്ത് ആരെല്ലാം നമ്മെ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിരാശയ്ക്ക് ഒരിക്കലും ഇടമുണ്ടാകില്ല. ഈ കാലത്ത് അനേകരും ജീവിതത്തിൽ ഏകാന്തത അനുഭവിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലവ് ഫെയിലിയർ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഈ കാലത്ത് മറ്റനേകർ പറയുന്ന കാരണം ഇതാണ്: ജോലി സമ്മർദ്ദമെന്ന്. ജോലിയിൽ ടെൻഷൻ കൂടിയിരിക്കുന്നു. എൻ്റെ ജോലിയിലുള്ളതായ പ്രോജക്റ്റ് എനിക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുവാൻ സാധിക്കുന്നില്ല. ആ കമ്പ്യൂട്ടറിൻ്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് രാത്രിയും പകലും ജോലി ചെയ്തിട്ടും ആ ജോലി എനിക്ക് കംപ്ലീറ്റ് ആക്കുവാൻ കഴിയുന്നില്ല. എൻ്റെ ജോലി എനിക്കൊരു ഭാരമായി തീർന്നിരിക്കുന്നു. എൻ്റെ ജോലിയിൽ എനിക്ക് സമ്മർദ്ദം കൂടിയിരിക്കുന്നു. എൻ്റെ മേലധികാരികൾ എനിക്ക് സമ്മർദ്ദം നൽകുകയാണ്, എന്നെ ഭരിക്കുകയാണ് ചെയ്യുന്നത്. എന്നെ അവർ ഡിസ്റ്റർബ് ചെയ്യുകയാണ്, എന്നെ ദുഃഖിപ്പിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ജീവിക്കുവാൻ പോലും ആഗ്രഹമില്ല എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ജോലിയിൽ സമ്മർദ്ദം കൂടിയതുകൊണ്ട് നമുക്ക് നമ്മുടെ ജോലിയോട് ഒരു വല്ലാത്ത തരത്തിലുള്ള വിരക്തി ഉണ്ടാകുന്നു. അത് ശരിയാണ്. ഒരു കാലത്ത് വളരെ സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി നമ്മുടെ ജോലികൾ ചെയ്തതായ വ്യക്തികളാണ് നാം. എന്നാൽ ഈ കാലത്ത് വളരെ വേഗത്തിലാണ് ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ടത്. ഈ ലോകം വളരെ വേഗത്തിൽ മുൻപോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ വേഗത്തിൽ മുൻപോട്ട് പോകുന്നതായ ഈ ലോകത്തിൽ നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി നമുക്കും വളരെ വേഗത്തിൽ തന്നെ ഓടേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സമ്മർദ്ദം കൂടി വരികയാണ്, സ്ട്രെസ് കൂടി വരികയാണ്. നമ്മുടെ തലച്ചോറിന് അമിതമായ സമ്മർദ്ദം അനുഭവപ്പെടുമ്പോൾ ജീവിതത്തോട് നമുക്ക് വിരക്തി അനുഭവപ്പെടുകയാണ്. ഒരുപക്ഷെ അങ്ങനെയുള്ള അവസ്ഥയിലായിരിക്കാം നിങ്ങളായിരിക്കുന്നത്. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് സമ്മർദ്ദമുണ്ടെന്ന് പറഞ്ഞ്, ജോലിയിൽ പ്രതികൂലം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ മരിക്കുവാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് അറിവില്ലായ്മയാണ്. ഇത്ര ചെറിയ വിഷയത്തിന് വേണ്ടി എന്തിനാണ് നിന്റെ ജീവനെ കളയുന്നത്? നിനക്ക് ജോലി വേറെ ചെയ്യാമല്ലോ, സൗകര്യപ്രദമായ മറ്റൊരു ജോലി ചെയ്യാമല്ലോ. എന്തിനാണ് രാത്രിയും പകലും കഷ്ടപ്പെട്ട് നീ സമ്പാദിച്ച് കൂട്ടുന്നത്? ആർക്കു വേണ്ടി? നിങ്ങൾക്കെന്തറിയാം?
എനിക്ക് ഒരുപാട് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്, ഒരുപാട് കടബാധ്യതകളുണ്ട്. ആ കടം വീട്ടുന്നതിന് വേണ്ടിയാണ് രാവും പകലും ഞാൻ കഷ്ടപ്പെടുന്നത് എന്നായിരിക്കും പറയുന്നത്. നോക്കുക, നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നാം വരുത്തിവെച്ച കാര്യമല്ലേ ഇത്? നമുക്ക് കടം പെരുകാനുള്ള കാരണമെന്താണ്? അനാവശ്യമായ ആഡംബരങ്ങൾക്ക് പിറകെ പോയതാണോ? നിന്റെ ജീവിതത്തിൽ ഏതു രീതിയിലാണ് നഷ്ടം വന്നത്, കഷ്ടത ഉണ്ടായത്? നോക്കുക, യേശുവിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിലെ അധ്വാന ഫലത്തെ അവൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. നീ ഒരുപാട് കഷ്ടപ്പെട്ട് സമ്പാദിക്കണമെന്ന് പറയുന്നില്ല. നീ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നതിൻ്റെ മേൽ അതെത്രയാണെങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട സമ്പാദ്യമാണെങ്കിലും അത് അല്പമാണെങ്കിലും നിനക്ക് തൃപ്തിയായി ഉപയോഗിക്കാൻ കഴിയുന്നു. എപ്പോഴും സമൃദ്ധി മാത്രമായിരിക്കും, കുറവ് ഉണ്ടാവുകയില്ല. യേശുക്രിസ്തുവിനെ നിന്റെ സ്വന്തം രക്ഷിതാവായി നീ സ്വീകരിക്കാത്തത് കാരണം, അവൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി നീ അപേക്ഷിക്കാത്തത് കാരണമായി, അവൻ്റെ ഹിതപ്രകാരം നീ ജീവിക്കാത്തത് കാരണമായി നീ രാവും പകലും കഷ്ടപ്പെട്ട് പണം സമ്പാദിക്കാനായിട്ട് പരിശ്രമിക്കുന്നു. എന്നാൽ നിന്റെ ജീവിതത്തിനൊക്കെ സമൃദ്ധി അനുഭവിക്കുവാൻ കഴിയുന്നില്ല. സഹോദര, ഈ ദിവസമെങ്കിലും നിന്റെ ഹൃദയം കർത്താവിന് കൊടുക്കുക. നിന്റെ ജീവിതം അവൻ്റെ കയ്യിൽ സമർപ്പിക്കുക. അവനുവേണ്ടി സമയത്തെ വേർതിരിക്കുക. അവനെ ആലയത്തിൽ പോയി ആരാധിക്കുക. ആ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവൻ്റെ വചനത്തെ വായിച്ച് ധ്യാനിക്കുക. ആ വചനധ്യാനത്തിനോ പ്രാർത്ഥനയ്ക്കോ സമയം കൊടുക്കാതെ നീ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്താലും അതുകൊണ്ടൊരു പ്രയോജനമുണ്ടാകില്ല. പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ചിലവഴിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് നിന്റെ ജോലികൾ ചെയ്യുക. ദൈവം നിനക്ക് കഴിവ് നൽകുവാനിടയാകും. നിന്റെ ജോലിയിൽ നീ പ്രാവീണ്യനായിട്ട് മാറും. നിന്റെ അധ്വാന ഫലത്തെ ദൈവം അനുഗ്രഹിക്കും. അതല്ലാതെ നിന്റെ ഇഷ്ടമനുസരിച്ച് രാവും പകലും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് മാനസികമായിട്ട് നീ വളരെ നിരാശനായി കടഭാരത്താൽ വലഞ്ഞുകൊണ്ട് കടം തീർക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ട് ജീവിതം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്ന് ചിന്തിക്കേണ്ടതായ ആവശ്യം ഇല്ല. ഇന്നു തന്നെ കർത്താവിന് നിന്റെ ജീവിതത്തിൽ ഇടം കൊടുക്കുക. അനേകർ ആത്മഹത്യകൾ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഏകാന്തതയും ലവ് ഫെയിലിയറും വർക്ക് സ്ട്രെസ്സും ഫാമിലി പ്രോബ്ലംസും. ഇന്ന് അനേകർ ആത്മഹത്യ ചെയ്യാനുള്ളതായ കാരണം ഏകാന്തത അനുഭവിക്കുന്നത് കൊണ്ടാണെന്നും പ്രേമം പരാജയപ്പെട്ടതിൻ്റെ കാരണമായിട്ടാണെന്നും ജോലിയിലെ സമ്മർദ്ദം സഹിക്കാത്തത് കൊണ്ടാണെന്നും കുടുംബ പ്രശ്നങ്ങൾ കാരണമാണെന്നും മനസ്സിലാക്കിയിരിക്കുന്നു. ഇന്നുള്ള അനേകം കുടുംബങ്ങളിലും പലവിധമായ പ്രശ്നങ്ങളാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പ്രശ്നങ്ങൾ, മക്കൾക്കും മാതാപിതാക്കൾക്കും തമ്മിൽ പ്രശ്നങ്ങളാണ്. വീട്ടിൽ നിന്ന് എനിക്ക് സ്നേഹം ലഭിക്കുന്നില്ല, ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ളതായ കുടുംബ പ്രശ്നങ്ങൾ എല്ലാ ഭവനങ്ങളിലും ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും. കുടുംബസ്ഥരായിരിക്കുന്ന നാം കോപിക്കാതെ, ദേഷ്യപ്പെടാതെ, ഒച്ചയും ബഹളവും ഉണ്ടാക്കാതെ, സ്നേഹവും സന്തോഷവും അനുഭവിക്കാതെ, സമാധാനം അനുഭവിക്കാതെ എങ്ങനെയാണ് ജീവിക്കുവാൻ കഴിയുന്നത്? സുഖദുഃഖങ്ങളുണ്ട്, കഷ്ടതയും ബുദ്ധിമുട്ടും വരും, ഞെരുക്കങ്ങളും അസ്വസ്ഥതയും എല്ലാം ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ എല്ലാ മധ്യത്തിൽ ഒരുമിച്ച് നിൽക്കുന്നതാണല്ലോ കുടുംബം. അതുകൊണ്ടാണല്ലോ ദൈവം കുടുംബത്തെ സൃഷ്ടിക്കാനിടയായത്. എന്നാൽ ഇന്ന് എത്രയോ ആളുകൾ ഭാര്യയ്ക്ക് രോഗമായിരിക്കുന്നു എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഭർത്താവ് ജോലിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് ചില കുടുംബങ്ങളിൽ സമാധാനം ഇല്ലാതെ അവസാനം ജീവിതം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്ന് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. എത്രയോ കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഇന്ന് സമാധാനമില്ല. എൻ്റെ ഭർത്താവിന് പരസ്ത്രീ ബന്ധമുണ്ട്, എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ കാര്യങ്ങൾ നോക്കുന്നില്ല എന്ന് പറഞ്ഞ് എത്രയോ സ്ത്രീകൾ ഇന്ന് കരയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് എത്രയോ പുരുഷന്മാർ വിലപിക്കുന്നുണ്ട്, ഈ ദുഷ്ടയായ ഭാര്യയോടുകൂടെ എനിക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല, എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ മേൽ വലിയ സംശയമാണ്, എന്നെ നിന്ദിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനവുമില്ല, എനിക്ക് ജീവിക്കുവാൻ തന്നെ തോന്നുന്നില്ല എന്ന് പറയാറുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അവസ്ഥയാണോ? ഒരു പ്രശ്നം ജീവിതത്തിൽ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണോ? അരുത്. നിങ്ങൾ സ്നേഹിച്ച് വളർത്തി വലുതാക്കിയതായി നിങ്ങളുടെ മകൻ ആരെയോ വിവാഹം കഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ്, നിങ്ങൾ ഒരുപാട് ഓമനിച്ച് വളർത്തിക്കൊണ്ടുവന്നതായ നിങ്ങളുടെ അരുമയായ മകൾ ആരെയോ വിവാഹം കഴിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ് ഈ അപമാനം സഹിക്കവയ്യാതെ മരിക്കാമെന്ന് തീരുമാനിക്കുകയാണോ? അരുത്. ഞാൻ മരിക്കില്ല. ഈ വാക്ക് നിങ്ങളുടെ നാവിൽ എപ്പോഴും ആവർത്തിച്ച് പറയുക. ഞാൻ മരിക്കുകയില്ല. സാഹചര്യം എന്തൊക്കെയായാലും ശരി, ഞാൻ മരിക്കില്ല. എത്ര പ്രതികൂലമായ സാഹചര്യം വന്നാലും ഞാൻ അവയെ നേരിടുക തന്നെ ചെയ്യും. നോക്കുക, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായ ഡിപ്രഷനിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കണമെങ്കിൽ, നിരാശയിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ അതിനു ചില വിദ്യകളുണ്ട്. അത് നാം പഠിക്കാനായി ശ്രമിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരുപാട് പരിഹാരങ്ങൾ പറയുന്നുണ്ട്. നിരാശപ്പെടുന്ന സമയത്ത്, പരാജയം വരുന്ന സാഹചര്യത്തിൽ, ഒരുപാട് നിന്ദകളും അപമാനങ്ങളും നേരിടേണ്ടി വരുന്നതായ അവസ്ഥയിൽ
ദൈവത്തിൽ ആശ്രയിച്ചതായ വ്യക്തികൾ എങ്ങനെയാണ് വിടുതൽ പ്രാപിച്ചതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ ദിവസം നിന്നെയും ആ ദൈവം സഹായിക്കും. നീ മരിക്കാൻ വേണ്ടി വിചാരിച്ചിരിക്കുകയാണോ? എന്നാൽ നിന്റെ പ്രശ്നങ്ങൾക്ക് അതല്ല പരിഹാരം. നീ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ വലിയ തെറ്റാണ് നീ ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ നീ നിത്യ നരകത്തിലേക്കാണ് പോകുന്നത്. നിത്യ നരകത്തിൽ അഗ്നികുണ്ഡത്തിൽ നിന്റെ ജീവിതം ചെലവഴിക്കേണ്ടതായിട്ട് വരും. ഈ ലോകത്തിൽ വരുന്നതായ പ്രശ്നങ്ങളെ നേരിടുവാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ നിത്യമായി നരകത്തിലേക്ക് നീ പോകേണ്ടി വരും എന്നുള്ള സത്യം മറക്കരുത്. അതുകൊണ്ട് ഈ ഭക്തൻ പറയുന്നത് പോലെ, ഞാൻ മരിക്കുകയില്ല, ഈ ലോകത്തിൽ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും അലയടിച്ചു വന്നാലും ശരി, സ്നേഹം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് വിരക്തിയുടെ അവസ്ഥയിൽ സാഹചര്യത്തിൽ നീ ആയിരിക്കുന്നെങ്കിലും, നിന്റെ ജോലിയിൽ പരാജയം സംഭവിച്ച് ജീവിക്കാതെ മരിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നുവെന്ന് പറഞ്ഞ്, ജീവിതത്തിൽ കഷ്ടത ഉണ്ടായിരിക്കുന്നുവെന്ന് പറഞ്ഞ് ജീവിതത്തെ അവസാനിപ്പിച്ചേക്കാമെന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിലാണ് എങ്കിലും, നിന്നോട് തന്നെ കർത്താവ് ഈ ദിവസം അവൻ്റെ വചനത്തിൽ കൂടി സംസാരിക്കുന്നു. ആ കർത്താവിൽ നീ വിശ്വാസം അർപ്പിക്കുക. നീ ഏകാന്തതയിൽ തളർന്നു പോകുന്നതിൻ്റെ കാരണം ഈ കർത്താവിനെ നിന്റെ സ്വന്തം രക്ഷിതാവായി നീ സ്വീകരിക്കാത്തത് കൊണ്ടാണ്. നിന്റെ പ്രേമം പരാജയപ്പെട്ടതിൻ്റെ കാരണം അത് യഥാർത്ഥമായ പ്രേമം അല്ലാത്തതുകൊണ്ടാണ്. നീ ജീവിതത്തിൽ ഭയപ്പെടുകയും നിരാശപ്പെടുകയും നിന്റെ ജീവിതത്തിൽ നീ വിരക്തി അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം കർത്താവ് നൽകുന്ന രക്ഷ നീ സ്വീകരിക്കാത്തത് കൊണ്ടാണ്. നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടതയും ബുദ്ധിമുട്ടും ഉണ്ടായാലും അതിൻ്റെ എല്ലാ മധ്യത്തിൽ സമാധാനം നൽകുവാൻ കഴിയുന്ന കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് നീ സ്വീകരിക്കാത്തതുകൊണ്ട് ഈ ദിവസം നിങ്ങളെ തന്നെ കർത്താവിങ്കിലേക്ക് സമർപ്പിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അവനോട് പങ്കുവയ്ക്കുക. നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് നിന്ന് കർത്താവെ എന്നെ എഴുന്നേൽപ്പിക്കണമേ എന്ന് അവനോട് അപേക്ഷിക്കുക. ദൈവം അത്ഭുതകരമായി നിങ്ങളെ കാക്കുവാനിടയാകും. നിങ്ങളെ അവൻ വിടുവിക്കും. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിച്ചാൽ ഒരു പ്രയോജനവുമില്ല. ദൈവത്തിനു വേണ്ടി നിങ്ങൾ ജീവിക്കുക. ദൈവനാമത്തിൽ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ജീവിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതം ധന്യമാകും. നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാകും. നിങ്ങൾ ജീവിക്കുന്ന ജീവിതം അനുഗ്രഹമായിട്ട് അനേകർക്ക് നന്മയ്ക്കായിട്ട് മാറാനിടയാകും. പൗലോസിനെ പോലെ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന് പറയാൻ കഴിയും. ഞാൻ മരിച്ചുപോകും എന്ന് പറയാതെ, ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനു വേണ്ടിയാണ്, മരിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോകും എന്ന വിശ്വാസത്തോടുകൂടി പോകാൻ കഴിയണം. നാം ആത്മഹത്യ ചെയ്താൽ സ്വർഗത്തിൽ പോകുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ മരിക്കുകയില്ല, ആത്മഹത്യ ചെയ്യില്ല എന്ന് പറഞ്ഞ് ആ ചിന്തകളെ ഇന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കണം. സഹിക്കാൻ പറ്റാത്ത ദുഃഖത്തിലും ഭാരത്തിലും ആയിരിക്കുന്നതായ സമയത്ത് യേശുവിങ്കലേക്ക് നോക്കുക. കർത്താവേ, നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ കർത്താവ് അവൻ്റെ കരം നീട്ടി നിന്നെ പിടിച്ച് നിനക്ക് ആവശ്യമായ ആശ്വാസവും ബലവും അവൻ്റെ കൃപയും നൽകാനിടയാകും. അപ്പോൾ നിങ്ങൾക്ക് ദൈവം ചെയ്തതായ അത്ഭുത കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടി മറ്റുള്ളവർക്ക് വിവരിച്ചു കൊടുക്കാൻ കഴിയും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഈ കാര്യപരിപാടി വീക്ഷിക്കുന്ന എല്ലാ വ്യക്തികളെയും നീ ദർശിക്കുമാറാകണമേ. ആരൊക്കെയാണോ ഏകാന്തത അനുഭവിക്കുന്നത്, ജീവിതത്തോട് വിരക്തിയോടെ ആയിരിക്കുന്നത്, എനിക്ക് മരിച്ചാൽ മതി എന്ന ചിന്തയോടെ നിരാശയിൽ ആയിരിക്കുന്നത്, അങ്ങനെയുള്ളവരെ ഈ ദിവസം നിന്റെ മുറിവേറ്റ കരങ്ങൾ കൊണ്ട് സ്പർശിച്ച്, ഞങ്ങൾ മരിക്കേണ്ട സ്ഥാനത്ത് നീ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചിരിക്കുന്നതിനാൽ, ഞങ്ങൾക്ക് ജീവൻ നൽകുന്നതിന് വേണ്ടി നീ മരിച്ചിരിക്കുന്നതിനാൽ, ഞങ്ങൾ നിത്യജീവൻ പ്രാപിക്കുന്നതുവരെയും ഈ ലോകത്തിൽ നിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ നീ ആഗ്രഹിക്കുന്നത് കൊണ്ട് കർത്താവേ, നിന്റെ മുറിവേറ്റ കരം നീട്ടി സ്പർശിച്ച് നിരാശയിലായിരിക്കുന്ന എല്ലാവർക്കും പ്രത്യാശ കൊടുക്കണമേ. അവരുടെ ദുഃഖത്തിൽ നിന്നും കഷ്ടതയിൽ നിന്നും ഏകാന്തതയിൽ നിന്നും അവരെ വിടുവിക്കുമാറാകണമേ. ലോകത്തിലെ ആശകൾക്ക് കീഴ്പ്പെട്ടിട്ട് യൗവനപ്രായത്തിൽ ആകർഷണത്തിൽ പെട്ടുകൊണ്ട് പ്രേമമെന്ന് പറഞ്ഞ് തങ്ങളുടെ ഇഷ്ടപ്രകാരം മുൻപോട്ട് പോയിട്ട് അവസാനം ആ ബന്ധം തകർന്നു പോയതിൽ നിരാശപ്പെടുന്ന എല്ലാവരെയും നീ ദർശിക്കുമാറാകണമേ. നിന്റെ സ്നേഹം അവർക്ക് കാണിച്ചു കൊടുക്കണമേ. അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ വിടുതലും സമാധാനവും നീ തിരികെ കൊടുക്കുമാറാകണം. രാവും പകലും നോക്കാതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടും അവസാനം അവർക്കുണ്ടായിരിക്കുന്ന കഷ്ടതയോ ബാധ്യതകളോ തീർക്കുവാൻ കഴിയാതെ ജീവിതത്തിൽ നിരാശപ്പെട്ടിട്ട് ആത്മഹത്യ ചെയ്തു കളയാമെന്ന് തീരുമാനിക്കുന്ന എല്ലാവരെയും നീ ഇന്ന് ദർശിക്കുമാറാകണമേ.
കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നുവെന്ന് പറഞ്ഞ്, പ്രതികൂലമുണ്ടായിരിക്കുന്നുവെന്ന് പറഞ്ഞ്, നിന്ദകളായിരിക്കുന്നു എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എല്ലാ ചിന്തകളെ മാറ്റണമേ. എല്ലാ പ്രശ്നങ്ങൾക്കും നിന്റെ പക്കൽ പരിഹാരമുണ്ടെന്നും ഞങ്ങളുടെ ജീവിതത്തിലെ സകല പ്രശ്നത്തിൽ നിന്നും നിനക്ക് വിടുവിക്കുവാൻ കഴിയുമെന്നും നീ മനുഷ്യരുടെ മനസ്സിനെ മാറ്റുന്നവനാണെന്നും സാഹചര്യത്തെ മാറ്റുന്ന ദൈവമാണെന്നും വിശ്വസിച്ചുകൊണ്ട് നിന്നോട് പ്രാർത്ഥിക്കാൻ എല്ലാവരെയും സഹായിക്കുമാറാകണമേ. ഈ ദിവസം ആരൊക്കെയാണോ ഏതെല്ലാം പ്രശ്നങ്ങളിലാണോ അവർ നിരാശപ്പെട്ടിരിക്കുന്നത്, അവരെ നീ ദർശിക്കുമാറാകണമേ. മാറാ രോഗം വന്നുവെന്ന്, ജോലി ലഭിച്ചില്ല എന്ന്, ജീവിതത്തിൽ സമാധാനമില്ലെന്ന്, മാതാപിതാക്കൾ തള്ളിക്കളഞ്ഞെന്ന്, ഭർത്താവ് ഉപേക്ഷിച്ചു പോയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പലവിധ കാരണത്താൽ നിന്റെ മക്കൾ സങ്കടത്തിലായിരിക്കുന്നു. അവരെ ഈ സമയത്ത് നീ ആശ്വസിപ്പിക്കുമാറാകണമേ. ഇതിനുള്ള പരിഹാരം മരണം അല്ല എന്നും ദൈവത്താൽ അസാധ്യമായതൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുവാനും നീ സഹായിക്കണമേ. ഞാൻ മരിക്കുകയില്ല, ജീവനോടെ ഇരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഞാൻ വർണ്ണിക്കും എന്ന ധൈര്യത്തോടുകൂടി, വലിയൊരു വിശ്വാസത്തോടുകൂടി ഇന്ന് വചനം കേൾക്കുന്ന എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ. ദുഷ്ടന് ഞങ്ങളുടെ ഹൃദയത്തിൽ ഇടം കിട്ടാതെ എല്ലാ ഹൃദയങ്ങളും കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൃപ എല്ലാ ജീവിതത്തിലും അനുഭവിക്കുവാൻ സഹായിക്കുമാറാകണമെന്നും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നിങ്ങൾ കേട്ട ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും പ്രാർത്ഥനാ വിവരങ്ങളും ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ഫോൺ ചെയ്തോ അല്ലെങ്കിൽ കത്തിൽ കൂടിയോ ഇമെയിലിൽ കൂടി SMS-ലോ അയക്കാൻ കഴിയും. കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെപ്പോഴും ഒരുക്കത്തോടെ ആയിരിക്കുന്നു. ഏകാന്തത കാരണമോ, ലവ് ഫെയിലിയർ കാരണമോ, വർക്ക് സ്ട്രെസ് കാരണമോ, ഫാമിലി പ്രോബ്ലമോ, മറ്റ് എന്തു സാഹചര്യം ഉണ്ടായാലും ശരി, മരണം പരിഹാരമാണെന്ന് വിചാരിക്കരുത്. യേശുക്രിസ്തുവിൽ നീ പൂർണ്ണമായി ആശ്രയിക്കുക. അവൻ്റെ പാദപീഠത്തിലേക്ക് ചെല്ലുക. അവൻ്റെ പാദപീഠത്തിൽ നിന്റെ സകല പ്രശ്നങ്ങളും ഇറക്കി വയ്ക്കൂ. കർത്താവ് നിങ്ങളെ വിടുവിക്കും. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയും, ഞാൻ മരിക്കില്ല, ജീവനോടെ ഇരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഞാൻ വർണ്ണിക്കും. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു എന്ന് പറഞ്ഞ് ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കാൻ കഴിയും. കർത്താവിൻ്റെ ഹിതമെങ്കിൽ വീണ്ടും കാണാം. അപ്പോൾ വരെ ദൈവത്തിൻ്റെ മഹാകൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ